റോഷി, ഇത് മദ്യമാഫിയയെ സഹായിക്കാൻ, ബാർ ഉടമകളെ സഹായിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം എന്നുള്ളതാണ്. പ്രതിപക്ഷം പ്രതിഷേധത്തിന് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ ഇതിൽ 12 മണിവരെ ബാർ സമയം നീട്ടിയതിൽ? റോഷിപാൽ, അരുൺകുമാർ, പ്രതിപക്ഷം ഈ ബാർ സമയം വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നീട്ടിയതുമായി ബന്ധപ്പെട്ട കൃത്യമായി സർക്കാരിനെ പ്രതികൂല നിലത്ത ആരോപണങ്ങൾ ഉയർത്തും. അതാണ് മുൻ KPC അധ്യക്ഷൻ കെ മുരളീധരന്റെ വാക്കുകളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമയം നീട്ടി നൽകുന്നതിലടക്കം മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കുന്നത്. എക്സൈസ് മന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തു എന്ന ആക്ഷേപം. അതിൽ ബാർ സംഘടനകളുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ജനങ്ങളോട് താല്പര്യമില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് ഘട്ടമാണ്. തെരഞ്ഞെടുപ്പിൽ മറ്റൊരു വിഷയം കൂടി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരികയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർത്തുന്നതിനൊപ്പം തന്നെ ഈ ബാറിന്റെ സമയം നീട്ടിയതുമായി ബന്ധപ്പെട്ട ആക്ഷേപം അത് മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉയർത്തി മുന്നോട്ട് പോകും. വ്യാപകമായി മദ്യമൊഴുക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന രീതിയിലാണ് ഇപ്പോൾ UDF വിമർശനം ഉയർത്തുന്നത്. താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്.